സ്റ്റാലിൻ സാർ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ, നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മളുടെ പൊതുവേദിയിൽ നിന്ന് സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകാതിരിക്കുക എന്ന് പറയുന്നത് ചില മത സംഘടനകളുടെ, ചില മതമൗലികവാദികളുടെ ഒരു പ്രധാന താല്പര്യമാണ്. അതിന് ഇപ്പം വീണ്ടും പ്രചാരണം നൽകുകയാണ് ഒരു കവിയരങ്ങ്. മീം എന്നാണ് ആ കവിയരങ്ങിൻ്റെ പേര്. അത് സംഘടിപ്പിക്കുന്നത് മതമൗലികവാദികളാണെന്നുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന കവികളിൽ ആരും സ്ത്രീകളില്ല. സാർ, സാർ, നമ്മുടെ നാട്ടിൽ സ്ത്രീ കവികളൊന്നും ഇല്ലേ? എന്തു പറ്റി ഇവർക്ക് ഈ സ്ത്രീകളെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്? കാരണം ഈ പ്രവാചകന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിലാണ് ഈ ഒരു കവിയരങ്ങ് ഇവർ സംഘടിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. ഇതിൻ്റെ സച്ചിദാനന്ദനെ പോലുള്ള മഹാനായിട്ടുള്ള കവികളൊക്കെയാണ് ഇതിൻ്റെ സംഘാടക ചുമതല. KEN പോലുള്ള ആളുകളൊക്കെ ഉണ്ട്, ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഒരു വിമർശനങ്ങളും ഒന്നും ഉയരുന്നില്ല. ഇത് 1990 താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വന്നപ്പോൾ അവര് ശരിയാ നിയമപ്രകാരം സ്ത്രീകളെ കംപ്ലീറ്റ് മൃഗതുല്യമാക്കിക്കൊണ്ടുള്ള അനേകം നിയമങ്ങൾ അവിടെ കൊണ്ടുവന്നു. സ്കൂളിൽ പോകാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, അവരെ ചരിത്രത്തിൽ നിന്ന് മാറ്റി, എല്ലാത്തിൽ നിന്നും മാറ്റി. അത് 90-96 വരെ ആയിരുന്നു. അത് കഴിഞ്ഞ് അവർ പോയിട്ട് പിന്നെ ഈ 2-3 വർഷം മുമ്പ് അവർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴും അതേ പരിപാടികൾ ചെയ്തു. പക്ഷേ ഈ താലിബാൻ അധികാരത്തിൽ വന്ന് 90 തുടങ്ങി ഇതേ ഐഡിയോളജികൾ കൃത്യമായിട്ട് കേരളത്തിലെ UDF ഗവൺമെന്റും LDF ഗവൺമെന്റും കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടായിരുന്നു. അതായത് കേരളത്തിന്റെ ഫോർമേഷനിലും കേരളത്തിന്റെ വികസനത്തിലും കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തും കലാരംഗത്തും സിനിമയിലും സ്പോർട്സിലും രാഷ്ട്രീയത്തിലും എല്ലാ മേഖലയിലും, അത് അക്കാഡമിക് രംഗത്താണെങ്കിലും ഹെൽത്തിലോ അല്ലെ മറ്റു മേഖലകളിലാണെങ്കിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലാണ്. അവർ ഉയർന്ന പൊസിഷനുകളും പോസ്റ്റുകളും വഹിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ജഡ്ജി വരെ വന്നിട്ടുണ്ട്. അപ്പം അതിനെ എല്ലാം തമസ്കരിച്ചുകൊണ്ട് LKG തുടങ്ങി PhD വരെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റി സിലബസുകളിൽ നിന്നും പ്രോഗ്രാമുകളിൽ നിന്നും സ്ത്രീകളെ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തു. താലിബാൻ നിയമപ്രകാരം അതാരും അറിഞ്ഞില്ല, സൂത്രത്തിൽ ബാൻ ചെയ്തു. അവരുടെ എല്ലാ കൃതികൾ, പല പ്രമുഖരായിട്ടുള്ള ലോകത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ആത്മകഥകൾ, അവരെ പറ്റിയുള്ള പുസ്തകങ്ങൾ, അവരെഴുതിയ പുസ്തകങ്ങളെല്ലാം എടുത്ത് അറബിക്കടലിലിട്ടു. അതൊക്കെ നളന്ദ സർവകലാശാല നശിപ്പിച്ച പോലെ അതെല്ലാം ചുട്ടരിച്ചു. അപ്പം ഞങ്ങൾ ഇത് നോട്ട് ചെയ്തിട്ട് നോക്കിയപ്പം ബാലാമണിയമ്മ, സുഗതകുമാരി, സിസ്റ്റർ മേരി ബെനീഞ്ഞ, അങ്ങനെയുള്ള കവയിത്രികളുടെ മുഴുവൻ പാഠഭാഗങ്ങൾ എടുത്ത് പുറത്തു കളഞ്ഞു. അതുപോലെ തന്നെ മേരി എന്നുള്ള പേര് കേരളത്തിൽ ഹറാമാണ്. അപ്പം സിസ്റ്റർ മേരി ബെനീഞ്ഞ, മേരി ക്യൂറി, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും അവര് ഇതാക്കി, പുറത്താക്കി. ഒരു വീട്ടിൽ നിന്ന് തന്നെ 3 നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആളാണ് മേരി ക്യൂറി, ഐറി ക്യൂറി, പെറിൻ ക്യൂറി കെമിസ്ട്രിയിൽ. അവരെ എടുത്ത്, അതൊക്കെ പണ്ട് പഠിക്കാനുണ്ടായിരുന്ന അതെല്ലാം എടുത്ത് തള്ളിക്കളഞ്ഞു. അങ്ങനെ സ്ത്രീകളുടെ എല്ലാ അച്ചീവ്മെന്റും, ഇനി എല്ലാം പുറമെ കേരളത്തിന്റെ ഏറ്റവും അഭിമാനമായ പയ്യോളി എക്സ്പ്രസ് PT ഉഷയെ എടുത്ത് അറബിക്കടലിലിട്ടു. അന്താരാഷ്ട്ര മേഖലയിൽ ആദ്യം മെഡൽ വാങ്ങിക്കുന്ന അഞ്ജു ബോബി ജോർജിനെ ഇവിടുന്ന് ഓടിച്ചു. അങ്ങനെ എല്ലാ സ്ത്രീകളെയും, അത് ഏത് രംഗത്ത്, പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന മുഴുവൻ സ്ത്രീകളെയും ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ശതമാനം, ഇപ്പൊ എല്ലാവരും പരാതിക്കാരാ, എല്ലാവരെയും ഉപദ്രവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അത് വേറൊരു വശം സിനിമയിൽ. അത് പോട്ടെ. ഇനി അതുപോലെ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ പല ഫേവറും ചെയ്തു കൊടുക്കണമെന്ന് ഇടത്തിലെയും വലത്തിലെയും ആൾക്കാർ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർ പെണ്ണുങ്ങളെല്ലാം തന്നെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരും ഇടതു മുന്നണിയിലത്തെയൊക്കെ പിന്നെ പീഡനത്തിന് ക്വാളിറ്റി കുറവാണ്, സ്പീഡ് കുറവാണെന്നൊക്കെ പറഞ്ഞ് അത് ഒതുക്കി ചവിട്ടി കൂട്ടിയിരിക്കുകയാണ്. അതും പുറത്തു വരാൻ ചാൻസ് ഉണ്ട്. അപ്പം വളരെ വ്യക്തമായിട്ട് സ്ത്രീകൾ പബ്ലിക് സ്പേസിൽ വരാൻ പാടില്ല, ഒന്നാലും അവരെ അംഗീകരിക്കുന്നില്ല. അവർ സ്റ്റേജിൽ കയറി സമ്മാനം വാങ്ങിക്കാൻ പാടില്ല, വിവാഹ ചടങ്ങുകളിൽ സ്ത്രീകൾ മറഞ്ഞിരിക്കണം, അവരെ സ്റ്റേജിൽ ഇരുത്താൻ പാടില്ല എന്നുള്ള ഇതെല്ലാം ഫത്വകളായിട്ടാണ് വരുന്നത്. അതായത് ജിഹാദി ഫത്വകളായിട്ടാണ് വരുന്നത്. ചിലത് പരസ്യമായിട്ടും ചിലത് രഹസ്യമായിട്ടും. ഈ രഹസ്യ ഫത്വകളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും മറ്റു വകുപ്പുകൾ കൃത്യമായിട്ട് നിറവേറ്റുന്നത്. ഈ സ്ത്രീകൾ ഫംഗ്ഷന് വരികയാണെങ്കിൽ അതിനെ മറച്ച് ഇടയ്ക്ക് ഒരു മറ കെട്ടിയിരുത്തണം. ഇതെല്ലാം താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാക്കിയ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ ലോകത്തൊരു ഭരണകൂടവും ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. കേരളത്തിലെ ഭരണകൂടം ഗവൺമെന്റിന്റെയും പോലീസിന്റെയും ജുഡീഷ്യറിയുടെയും മീഡിയയുടെയും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയും ഒക്കെ മൗന അനുവാദത്തോടു കൂടിയാണ് കേരളത്തില് ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണം പുറം വാതിലിൽ കൂടെ കടന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു കവിയരങ്ങ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആണുങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ, സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന രീതിയിൽ നടത്തുക എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ അകത്തെ അനോമാലി ഓർക്കണം. ഇപ്പൊ
ഇപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു സംഭവം ഞങ്ങൾ കുറെ വർഷങ്ങളായി ഈ സിസ്റ്റർ മേരി ബെനീഞ്ഞയുടെയും നമ്മുടെ ബാലാമണിയമ്മയുടെയും ഒക്കെ കവിതകൾ തിരിച്ച് പാഠത്തിൽ ഉൾപ്പെടുത്തണം, കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കണം എന്നൊരു ആവശ്യം പൊതു വേദിയിൽ കൂടെ, ക്ലബ് ഹൗസിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിൽ കൂടെയും ഉന്നയിച്ചുകൊണ്ടിരുന്നു. അവസാനം ആരും രാഷ്ട്രീയ നേതാക്കന്മാരെ ഒട്ടകപ്പക്ഷി മണ്ണിൽ തല പൂഴ്ത്തുന്ന പോലെ പൂഴ്ത്തുന്നു. പക്ഷേ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള പ്രഷർ, പ്രത്യേകിച്ചും മെത്രാന്മാരിൽ നിന്നും അൽമാരിൽ നിന്നുള്ള പ്രഷർ സഹിക്കാൻ വയ്യാണ്ടായി കഴിഞ്ഞപ്പം നമ്മുടെ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തു. സിസ്റ്റർ മേരി ബെനീഞ്ഞയുടെ കവിതകൾ വീണ്ടും സിലബസിൽ ഉൾപ്പെടുത്തും. അവർ പുറത്തു വന്ന് പത്രസമ്മേളനം നടത്തി, ഞങ്ങൾ നിവേദനം കൊടുത്തു. മുഖ്യമന്ത്രി ഇത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് വാക്ക് തന്നു. അടുത്ത പ്രാവശ്യം ഇത് സിലബസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും, എല്ലാം ചെയ്യുന്നതായിരിക്കും. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, രാവിലെ ജോസ് കെ മാണി നിവേദനം കൊടുത്തു, വൈകുന്നേരം ആ നിവേദനത്തിന്റെ പേപ്പർ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കടല ചുരുട്ടാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആ പേപ്പർ കടല വിൽക്കുന്നതിന് കൊടുത്തു. ഇന്ന് വരെ സിസ്റ്റർ മേരി ബെനീഞ്ഞയുടെ കവിതകൾ തിരിച്ച് ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് സ്ത്രീകൾ കവിത എഴുതരുത്, സ്ത്രീകൾ സ്പോർട്സിൽ അച്ചീവ്മെന്റ് നടത്തരുത്, സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ MLA യോ MP യോ ആകരുത്, സ്ത്രീകൾ ഒരിടത്തും വരരുത്. ഈ കേരളം ഭരിക്കുന്ന കക്ഷിയുടെ ദേശീയ സെക്രട്ടറി, അലക്കുകാരനൊക്കെ ആ നാട്ടുകാർ വിളിച്ചോണ്ടിരുന്നത്, പുള്ളി ഈയിടെ മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ ഒരു വേക്കൻസി ഒഴിവ് വന്നു കഴിഞ്ഞപ്പം അങ്ങോട്ട് ന്യായമായിട്ടും വരേണ്ടത്, അടുത്ത സീനിയോറിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ വട്ടപ്പൊട്ട് മാഫിയയിലെ ഒരു സ്ത്രീയാണ് വരേണ്ടത്. പഴയ എയർ ഹോസ്റ്റസ് ആണ് അവരാണ് വരേണ്ടത്. രാജ്യത്തിനെതിരെയും ഇന്ത്യക്കെതിരെയും ഹിന്ദുവിനെതിരെയൊക്കെ വലിയ വിപ്ലവ പ്രസ്ഥാനങ്ങളൊക്കെ നയിക്കുന്ന ഒരു ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ നവോത്ഥാനം സഖാത്തിയാണ് കക്ഷി. എല്ലാവരും വിചാരിച്ചു അവർക്ക് കിട്ടും ഇത്രയും ശക്തമായിട്ട്. പക്ഷേ ആ സ്ഥാനം ഒഴിച്ചിടാൻ തീരുമാനിച്ചു. സെക്രട്ടറി മാണ്ട. കാരണം പെണ്ണിനെ സെക്രട്ടറി ആക്കിയാൽ പാർട്ടിയിലുള്ള ജിഹാദി എല്ലാം ചിലപ്പോൾ ചാടിപ്പോകും, ആ വോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു നമ്മുടെ പാർട്ടി സെക്രട്ടറി ആയിട്ട് പെണ്ണു വേണ്ട. എങ്ങനെയുണ്ട് ഇത്? ശരിക്കും മതപ്രീണനം നടത്തുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അടങ്ങുന്ന പരിപാടികൾ എല്ലാവരും ഇതേ രീതിയിൽ തന്നെയാണ് പിന്തുടരുന്നത്. നമ്മൾ കോൺഗ്രസ് നോക്കിയാൽ പപ്പു 3 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞപ്പം പിങ്കി വരുമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. മൂക്കൊക്കെ വല്യമ്മ ചിലവ് കിട്ടും, മൂക്കൊക്കെ നീണ്ട മൂക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, പിങ്കി വരുമെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് പിങ്കി വന്നില്ല? ഇതേ റീസൺ തന്നെ. ഇപ്പോൾ താലിബാൻ നിയമം ഇന്ത്യ അലയൻസിലെ സ്റ്റേറ്റ് ഗവൺമെന്റുകളും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും വളരെ കൃത്യമായിട്ട് ഇവിടെ പാലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബാക്ക്ഡോറിൽ കൂടെ ശരിയാ നിയമം ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു പെൺകുട്ടികൾക്ക് ഒരു സമ്മാനം കിട്ടിയാൽ സ്റ്റേജിൽ കയറി വാങ്ങിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വന്നിരിക്കുന്നു. കേരളത്തിലെ പൊതുസമൂഹവും കേരളത്തിലെ മീഡിയയും ഈ കേരളത്തിലൊക്കെ സത്യത്തിന് വേണ്ടി പോരാടുന്നു എന്നും പറഞ്ഞ് നമ്മുടെ മീഡിയയിൽ വൈകുന്നേരം അന്തിച്ചർച്ച നടത്തുന്ന വലിയ മാധ്യമ സിംഗിണികളുണ്ട്. വലിയ മാധ്യമത്തിൽ മൊത്തം കേരളത്തെ ഇന്ത്യയൊക്കെ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന സ്ത്രീ രത്നങ്ങളുണ്ട്. ആരും ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ തയ്യാറല്ല, അന്തിച്ചർച്ചയിൽ ചർച്ച ചെയ്യാൻ തയ്യാറല്ല. മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, റിപ്പോർട്ടൻ, 24 മാധ്യമം, അങ്ങനെ എല്ലാ ഇതിലും ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്ത്രീകളെ, ഈ ഫെമിനിസ്റ്റുകളെ പോലുള്ള ഈ പാർവതി തിരുവോത്ത്, അതുപോലെ റീമ കല്ലിങ്കലിനൊക്കെ പോലുള്ള വിശ്വവിഖ്യാതമായിട്ടുള്ള ഫെമിനിസ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊന്നും ഈ ഒരു പരിപാടി, ഈ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഈ ഒരു പരിപാടി കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, ഇവരറിഞ്ഞു, ഇവർക്ക് വിളിയും കിട്ടിയിട്ടില്ല. ഇവരെല്ലാം നമ്മളെക്കാട്ടിലും മുമ്പിലെ ഇതൊക്കെ അറിയുന്നതാ. പക്ഷെ മിണ്ടിക്കഴിഞ്ഞാൽ ഡെയിലി കിട്ടുന്ന തുപ്പൽ ബിരിയാണി പോകും, ഫ്രീ ആയിട്ടുള്ള തുപ്പൽ ബിരിയാണി പോകും, കംഫർട്ട് സോൺ പോകും, ചിലപ്പോൾ ജോലി പോകും. അതുകൊണ്ട് ഇതൊന്നും പറയാൻ ധൈര്യമില്ല. ഈ കൈകാല് വെട്ടപ്പെടുക വരെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാം പേടിച്ച് മിണ്ടാണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു അക്രമം കേരളം ഇത്രയും നാളും അച്ചീവ് ചെയ്തിട്ടുള്ള സ്ത്രീ വിദ്യാഭ്യാസത്തിലും പെൺകുട്ടികളുടെ ജോലിയിലും എംപ്ലോയ്മെന്റിലും മേടിച്ചിട്ടുള്ള ഇതെല്ലാം ഇവിടുത്തെ കമ്മികളും കൊങ്കികളും ഉണ്ടാക്കിയ അച്ചീവ്മെന്റ് എല്ലാം മഹാരാജാവിന്റെ ഭരണകാലത്തും ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തും കേരളം നേടിയെടുത്ത നേട്ടങ്ങൾ ഇവർ ഇത്രയും നാളും ഇവരുടെ ക്രെഡിറ്റിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നവോത്ഥാനം നടത്തി, കോൺഗ്രസ് നവോത്ഥാനം നടത്തി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി എന്നെല്ലാം പറഞ്ഞ് ഇവർ ഈ വഖഫിന് വേണ്ടി വിടുപണി ചെയ്യുകയായിരുന്നു ഇത്രയും നാളും. ഇപ്പൊ ഇവര് ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരുടെയും മഹാരാജാക്കന്മാരുടെയും ഭരണകാലത്താണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ സ്ത്രീകൾ അധികം താമസിയാതെ സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുന്നതും ബസ്സിൽ യാത്ര ചെയ്യുന്നതും പബ്ലിക് സ്പേസിൽ അപ്പിയർ ചെയ്യുന്നത് പോലും കേരളത്തിൽ നിരോധിക്കപ്പെടാം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് ചെയ്യാവുന്ന ജോലികളിൽ ലിമിറ്റ്. ഇപ്പൊ ഈയിടെ ഏതോ ഒരു മെഡിക്കൽ കോളേജിൽ ഇവർക്ക് പർദ്ദ അണിഞ്ഞുകൊണ്ട് ജോലി ചെയ്യണമെന്നും പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയായിരുന്നു. പ്രിൻസിപ്പൽ സമ്മതിച്ചില്ല, ഓടിച്ചു. തിരുവനന്തപുരത്തായിരുന്നു. എങ്ങനെയാണ് സാറേ ഇതിനെയൊക്കെ വിമർശിക്കുക?
കാരണം ഇസ്ലാമിനെ നമ്മൾ വിമർശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ സംഖ്യയാക്കി കളയില്ലേ? എങ്ങനെ വിമർശിക്കാൻ പറ്റും? അല്ല, സംഘി ചാണകം എന്നുള്ളതല്ല. ഇതില് ഇസ്ലാം മാത്രമൊന്നും അല്ല പ്രതി, ഇവിടുത്തെ ജിഹാദി മാത്രമൊന്നും അല്ല പ്രതി, ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അടങ്ങുന്ന ഇന്ത്യ അലയൻസ് ആണ് യഥാർത്ഥ പ്രതി. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും. ഞാൻ ചോദിക്കട്ടെ, ഈ ജിഹാദി പറഞ്ഞത് കേട്ട് ബാലാമണിയമ്മയുടെയും സുഗതകുമാരിയുടെയും മേരി ബെനിഞ്ഞയുടെയും കവിത എടുത്ത് അറബിക്കടലിൽ ഇടണോ? ഇവര് പറയുന്നത് കേട്ട് ഈ ഇന്ത്യ അലയൻസിലെ ആൾക്കാർ പറയുന്നത് കേട്ട് കേരളത്തിന്റെ അഭിമാനമായ PT ഉഷയെ ഫേസ്ബുക്കിൽ കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെയും മറ്റു മീഡിയയിൽ കൂടെയും താറടിക്കണോ? വേണ്ട, ആത്മധൈര്യം ഉണ്ടായാൽ മതി. അതിവർക്കില്ല. അതായത് എല്ലാത്തിനും നമ്മൾ ജിഹാദിയെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. ജിഹാദി അവന്റെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു, അത് പറ്റത്തില്ല എന്ന് പറയാനുള്ള പൊളിറ്റിക്കൽ വില്ല് ഇവർക്കില്ല. അതാണ് പ്രശ്നം. കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കോ പോലീസിനോ ഈവൻ വിദ്യാഭ്യാസ വകുപ്പിനോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കോ ഈവൻ ഇലക്ഷൻ കമ്മീഷനോ ജുഡീഷ്യറിക്കോ പോലും ഇല്ല. ഇവരുടെ കാര്യം വരുമ്പോൾ അവരെല്ലാവരും ചുറ്റിക്കളി വെക്കുകയാണ്. ഈ കാര്യത്തെ കേരളത്തിലെ പൊതുജനങ്ങള് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ നിന്ന്, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ട് ഒരു ആദിവാസി വനിതയെ പ്രസിഡന്റ് ആക്കി. നമ്മുടെ പ്രസിഡന്റ് ഇപ്പോൾ ഒരു ആദിവാസി വനിതയാണ്, ശ്രീമതി മുർമുജി. അതുപോലെ ഇതില് കേരളത്തിൽ ഒളിമ്പിക്സ് അസോസിയേഷന്റെ അതിന്റെയൊക്കെ പരിപാടി ശ്രീമതി അഞ്ജു ബോബി ജോർജ് ആണ്, കേന്ദ്രം നിയമിച്ചതാണ്. ഇന്ത്യയുടെ ഒളിമ്പിക് ഇതിന്റെ പ്രതിനിധി എന്ന് പറയുന്നത് MP ആയിട്ടുള്ള ശ്രീമതി PT ഉഷയാണ്. അപ്പൊ അവരെയൊക്കെ താറടിച്ച് കാണിക്കാൻ, അതായത് ഗുസ്തി പെണ്ണുങ്ങള് ഗുസ്തിക്കാരന്മാരുമായിട്ട് എന്തോ ഇടപാടുണ്ടായിരുന്നു, അവർ രണ്ടുപേരും സമ്മതിച്ചുള്ള ഇടപാടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിലെ കൊള്ളസംഘം തമ്മിൽ തെറ്റിയ പോലെ ഈ അഡ്ജസ്റ്റ്മെന്റ് ഗുസ്തി സംഘത്തില് എന്തോ ഗുസ്തി ഉണ്ടായി. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നീ പീഡിപ്പിച്ചതാണെന്ന് ഗുസ്തിക്കാരി പറയുന്നു, ഇല്ല നീ തന്നതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണെന്ന് ഗുസ്തിക്കാരൻ പറയുന്നു. അതിപ്പോ സുപ്രീം കോടതിയിലോ അവിടെ എവിടെയൊക്കെ കേസോ ഒക്കെയാണ്, പക്ഷെ ഇതുവരെ ശിക്ഷയൊന്നും ആയിട്ടില്ല. ഇതിനാരാ പ്രതി? അവര് തന്നെയാണ്. അവരെ പീഡിപ്പിച്ചപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു, കംപ്ലൈന്റ് ചെയ്യണമായിരുന്നു, ചെയ്തില്ല. ഓക്കെ, പിന്നെ കംപ്ലൈന്റ് ചെയ്തു, ഗവൺമെന്റ് നടപടി എടുത്തു. അതിനെങ്ങനെയാ PT ഉഷ പ്രതിയാകുന്നത്? അതുപോലെ 50 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കാൻ പോയോളെ തൂക്കം വളർന്നപ്പോ 53.5 കിലോ. ഈ 3.5 കിലോ കൂടിയതിന് PT ഉഷ എങ്ങനെയാ പ്രതിയാകുന്നത്? അപ്പൊ ഇവരെല്ലാം ഇത് പപ്പൂക്കാൻ അടക്കം കേരളത്തിൽ ഇത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് നേതൃത്വം നൽകുന്നതെങ്കിലും സ്ത്രീകളെ അപമാനിക്കാനുള്ള പരിപാടിക്ക് ദേശീയ ലെവലിൽ നേതൃത്വം നൽകുന്നത് പപ്പുവാണ്. PT ഉഷയെ അപമാനിച്ചിട്ട് PT ഉഷ ഈ രീതിയിൽ ടാർണിഷ് ചെയ്തിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ആരും അതിനെതിരെ ഒരു ശബ്ദം ഉയർത്തിയില്ല കേരളത്തിൽ നിന്ന്. അപ്പൊ അതായത് കേരളത്തിന്റെ സ്പോർട്സിന്റെ ചരിത്രത്തിലെ അഭിമാനമാണ് PT ഉഷ. ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പൊ ഈ കവിയരങ്ങ് എന്ന് പറയുന്നതും വലിയൊരു അക്രമമാണ്. കേരളത്തിൽ ഇതിന് ബദലായിട്ട് ഞാൻ കേരളത്തിലെ ദേശീയവാദികളോട് ആവശ്യപ്പെടുന്നത് സ്ത്രീകളുടേതായിട്ടുള്ള ഒരു കവയിത്രി സദസ് ഉണ്ടാക്കി ഇതിന് ശക്തമായിട്ട് തിരിച്ചടി നൽകണം. അതുപോലെ തന്നെ പൊതുരംഗത്ത് രാഷ്ട്രീയത്തിലും സിനിമയിലും മറ്റു മേഖലകളിലുമുള്ള സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാനും ഇതിന് തയ്യാറാകണം. അല്ലെങ്കിൽ ഈ താലിബാൻ നിയമം ഇപ്പം പുറകിൽ കൂടെയാണ് വന്ന് ഇംപ്ലിമെന്റ് ചെയ്ത്, താലിബാന്റെ എല്ലാ പരിപാടിയും പുറകിൽ കൂടെയാണ്, അതുകൊണ്ട് പുറകിൽ കൂടെ വന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ മുമ്പിൽ കൂടെ ആവും. അപ്പൊ അതുകൊണ്ട് അത് ഒഫീഷ്യൽ ആവും. അതുകൊണ്ട് ഇതിനെ തുടക്കത്തിലെ നുള്ളേണ്ടതായിട്ടുള്ള ഒരു കടമ കേരള പൊതുസമൂഹത്തിനുണ്ട്, കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്, കേന്ദ്രം ഭരിക്കുന്ന BJPക്കുണ്ട്. അതുപോലെ ഈ എല്ലാവരെയും നിയന്ത്രിക്കുമെന്ന് പറയുന്ന മാധ്യമ ശിങ്കിടികളുണ്ട്, എല്ലാവരെയും വിമർശിക്കുകയും ലോകത്തിലെ മുഴുവൻ കാര്യത്തിലും ഇടപെടുന്നത്. നിങ്ങൾക്കൊക്കെ ധൈര്യമോ ആത്മാർത്ഥതയോ ഉണ്ടെങ്കിൽ ഈ വൈകുന്നേരം വാർത്ത വായിക്കുന്ന സഖാത്തികളോട് ഞാൻ പറയാണ്, സഖാത്തി നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഡിസ്കസ് ചെയ്യുക, ഞങ്ങളെ പിന്തുണ നൽകാം, ഒന്ന് വാർത്ത ചെയ്യുക. ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. അതെ, അപ്പോൾ ഫെമിനിസ്റ്റുകൾക്കും നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്കൊക്കെ അത്യാവശ്യം വേണ്ടത് ധൈര്യമാണ്. ഇതുപോലുള്ള ഒരു പരിപാടിക്ക് ബദലായിട്ട് ദേശീയവാദികൾ ചെയ്യേണ്ടത് സ്ത്രീകളെ എല്ലാവരെയും കൂട്ടുനിർത്തിക്കൊണ്ട് ഒരു കവിയരങ്ങ് ഒരുക്കുക എന്നതാണ് നമുക്കിവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നന്മയുള്ള സന്ദേശം എന്ന് പറയുന്നത്. അപ്പം ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.